സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ അവരുടെ സ്വത്തുക്കൾക്ക് ഭാര്യയ്ക്ക് പരിപൂർണ അവകാശമുണ്ടോ എന്നാണ്. എന്നാൽ ഡൽഹി ഹൈക്കോടതിയുടെ വേർഡിക്റ്റ് പ്രകാരം പരിപൂർണ അവകാശം ഭാര്യയ്ക്ക് ഇല്ല എന്നാണ് ഡൽഹി ഹൈക്കോടതി പറഞ്ഞത്. എന്നാൽ അതേസമയം ഒരു എക്സെപ്ഷനും കൂടി കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് ഒരു ബില്ല് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബില്ല് പ്രകാരമായിരിക്കും സ്വത്തുക്കൾ ഷെയർ ചെയ്യപ്പെടുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ പരിപൂർണ അവകാശം ഭാര്യയ്ക്ക് ഇല്ലാത്തത് നമുക്ക് നോക്കാം. ആദ്യം ഭർത്താവിന്റെ സ്വത്തുക്കൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് അദ്ദേഹത്തിന്റെ പണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രോപ്പർട്ടീസ്. രണ്ടാമത്തേത് ഫാമിലി പ്രോപ്പർട്ടീസ്, ഇൻഹെറിറ്റൻസ് ആയിട്ട് വരുന്ന പ്രോപ്പർട്ടീസ്. ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടീസ് ആണെങ്കിൽ അത് ഷെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഹസ്ബൻഡ് ഉള്ള സമയത്ത്, അതായത് ഹസ്ബൻഡ് മരണപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഹസ്ബൻഡ് അഥവാ മരണപ്പെട്ടിട്ടില്ല ഉണ്ടെങ്കിൽ എങ്ങനെയാണോ ഷെയർ ചെയ്യുന്നത് അതുപോലെ അത് ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, വൈഫിനും വൈഫിന്റെ അവരുടെ കുട്ടികൾക്കും കൂടി കൊടുക്കേണ്ടതാണ്. എന്നാൽ ഭർത്താവ് അദ്ദേഹത്തിന്റെ സ്വന്തം ഇൻകം കൊണ്ട് ഉണ്ടാക്കിയ പ്രോപ്പർട്ടീസ് അത് വൈഫിന്റെ പേരിലേക്ക് തന്നെ പോകും. എന്നാൽ അതിൽ അബ്സല്യൂട്ട് റൈറ്റ്, ഈ പറഞ്ഞ സ്വത്തുക്കൾക്കൊന്നും ഈ ഭാര്യയ്ക്ക് അബ്സല്യൂട്ട് റൈറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അതിനർത്ഥം എന്ന് പറയുന്നത് ഒരു ലീഗൽ എയർ ഉണ്ടെങ്കിൽ, അതായത് ഒരു കുട്ടി ഉണ്ടെങ്കിൽ എന്താണ്, ഈ സ്വത്തുക്കളൊക്കെ ഇവർക്ക് ലൈഫ് ടൈം, ജീവിതകാലം മുഴുവനും യൂസ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകംസ് ഒക്കെ ഇവർക്ക് എന്ത് ചെയ്യാം, ഈ വൈഫിന് യൂസ് ചെയ്യാൻ പറ്റും. അതിനൊന്നും യാതൊരു തടസ്സമില്ല. പക്ഷെങ്കിൽ ഇത് അബ്സല്യൂട്ട് അല്ല എന്ന് പറയാനുള്ള കാരണം ഈ ഒരു പ്രോപ്പർട്ടീസ് ഒന്നും ഈ വ്യക്തിക്ക്, അതായത് ഈ വൈഫ് എന്ന് പറയുന്ന ആൾക്ക് വിൽക്കാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനോ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഇതൊരു ലിമിറ്റഡ് ആയിട്ടുള്ള റൈറ്റ് ആണ്, ഇതൊരു അബ്സല്യൂട്ട് റൈറ്റ് അല്ല എന്ന് പറയുന്നത്. കാരണം ഒരു ലീഗൽ എയർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രൊവിഷൻ അവിടെ വരുക. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു വിമന്, ഈ ഒരു വൈഫിന് എന്ത് ചെയ്യാം, രണ്ടാമതൊരു റീമാരേജ് ചെയ്യുന്നതിന് ഒരു തടസ്സമില്ല. അങ്ങനെ റീമാരേജ് ചെയ്ത് കഴിഞ്ഞാലും ഇവർക്ക് ഈ ഫസ്റ്റ് ഹസ്ബൻഡിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല. കാരണം പറഞ്ഞു ലൈഫ് ടൈം വരെ ഇവർക്ക് ഇത് യൂസ് ചെയ്യാം. പക്ഷേ ട്രാൻസ്ഫർ ചെയ്യാനോ സെല്ല് ചെയ്യാനോ പറ്റില്ല എന്നേ ഉള്ളൂ. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകംസ് ഒക്കെ ഇവർക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഇവരുടെ മരണശേഷം എന്ത് ചെയ്യും, ലീഗൽ എയേഴ്സിന് ഈ ഒരു പ്രോപ്പർട്ടീസ് പോകും. ഈ ഒരു ഇത് വെക്കാനുള്ള കാരണം നമുക്കറിയാം, നമ്മുടെ പേഴ്സണൽ ലോസ് ഒക്കെ എല്ലാ റിലീജിയന്റെയും പേഴ്സണൽ ലോസ് മാറിക്കൊണ്ടേക്കും. ഇത് ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം ഉള്ള ലോ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഹിന്ദു വിമൻസിന് മാത്രമേ ആപ്ലിക്കബിൾ ആവുകയുള്ളൂ. കാരണം ഓരോ റിലീജിയനും വേറെ വേറെ പേഴ്സണൽ ലോസ് ആണ്. ആ പേഴ്സണൽ ലോസ് വെച്ചിട്ടായിരിക്കും ഓരോ ഇൻഹെറിറ്റൻസും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നത്, അതായത് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.